നമുക്ക് നമ്മളെ മെന്റർ ആയാലും സൊനാൽ സർ ആയാലും അനീസ് സർ ആയാലും നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്കറിയാം ഇത് ക്രാക്ക് ചെയ്തേ തിരിച്ചു വരുള്ളൂ എന്നുള്ള ഒരു സംഭവം. അനീസ് സർ എപ്പോഴും പറയായിരുന്നു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. PG എക്സാം എഴുതാനും ഐഫർ എന്നെ നന്നായി സഹായിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th റാങ്കോട് കൂടിയിട്ടാണ് ഞാൻ പാസ് ഔട്ട് ആയത്. അതിലും ഐഫറിന് നല്ല പങ്കുണ്ട്. ഹലോ എവറിബഡി, റൈറ്റ് നൗ ഇപ്പോൾ ഐഫർ വന്നെത്തി നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആൻഡ് ഇന്ന് ഐഫറിൽ നമ്മോടൊപ്പം ഉള്ളത് ജസിതയാണ്. ആൻഡ് ജസിതയെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഇന്ന് മീറ്റ് ചെയ്തത്. എൻ്റെ ഒരു ഓൺലൈൻ ഫ്രണ്ടാണ് ജസിത. സോ നമ്മൾ മുന്നൊരു വട്ടം കണ്ടിട്ടുണ്ട്, പക്ഷെ ഇന്ന് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് നമ്മൾ കണ്ടുമുട്ടിയത്. എനിവേസ് ജസിതയെ കാണാൻ സാധിച്ചതിലും ഇന്ന് നമ്മോടൊപ്പം ഇന്ന് ജസിത ഉണ്ടാവും. ജസിതയുടെ ഐഫർ വിശേഷങ്ങളും അതുപോലെ തന്നെ UGC നെറ്റ് ഇക്കഴിഞ്ഞ നമ്മുടെ UGC നെറ്റ് പൊളിറ്റിക്കൽ സയൻസിൽ UGC നെറ്റ് ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരു ഐഫർ സ്റ്റുഡന്റ് ആണ്. സോ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. യെസ്, സോ ഹായ് ജസിത, ഹലോ, ഹൗ ആർ യു? ഐ ആം ഫൈൻ. യെസ്, അപ്പോൾ റിസൾട്ട് ഒക്കെ വന്നു. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എന്ത് ഫീൽ ചെയ്യുന്നു ഇപ്പോൾ റൈറ്റ് നൗ? കുറേ സന്തോഷം. നമ്മള് ഒരു സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നം നടക്കുക എന്ന് പറയുമ്പോൾ ഉള്ളൊരു മൊമെന്റ് ഉണ്ടല്ലോ, അത് വേറൊരു സംഭവമാണ്. അത് സന്തോഷവും സങ്കടവും എല്ലാം കലർന്നിട്ടുള്ള വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. അത് എനിക്കെന്നല്ല, എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും അത്. എല്ലാവരും നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സമയം മുതൽ നമ്മൾ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഒരു മൊമെന്റ് റിസൾട്ട് വന്നിട്ട് ക്വാളിഫൈഡ് ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് PhD എന്ന് കാണുമ്പോൾ ആ മൊമെന്റ് കണ്ണിന്നൊക്കെ വെള്ളം വന്ന് എല്ലാവരും കൂടിയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. എങ്ങനെ ആരോടൊക്കെ എന്താ പറയേണ്ടതെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര സന്തോഷം വന്ന ഒരു സമയമായിരുന്നു. ഇപ്പോഴും ആ ഒരു സന്തോഷം ഫാമിലിയിൽ എല്ലാവരുടെ അടുത്തും ഉണ്ട്. നമ്മളിപ്പോൾ പുറത്തിറങ്ങുമ്പോഴായാലും ഇപ്പൊ പോസ്റ്റർ വഴിയൊക്കെ എല്ലാവരും കണ്ട് ഇപ്പൊ നമ്മളെ കാണുമ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ഈ സംഭവം നമ്മൾ ഏത് ക്രൗഡിൽ പോകുമ്പോഴും ആ ഒരു സംഭവം ഉണ്ട്. ആ സന്തോഷം അത് കാരണം ഇപ്പോഴും അതുണ്ട്. എന്താ പറയാ, ഭയങ്കര സന്തോഷം. എക്സ്പെക്ടഡ് ആയിരുന്നു അല്ല അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ ഒരു റിസൾട്ട് ആണ്? എങ്ങനെയുണ്ടായിരുന്നു? അൺഎക്സ്പെക്ടഡ് അല്ലായിരുന്നു, എക്സ്പെക്ട് ചെയ്തിരുന്നു. കാരണം കഴിഞ്ഞ കട്ട് ഓഫിനേക്കാൾ എനിക്കറിയായിരുന്നു എൻ്റെ മാർക്ക് എന്താണെന്നുള്ളത്. പക്ഷേ എന്ന് വെച്ചാൽ കുറെ സ്ട്രഗിൾ ചെയ്ത ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടാണ് എക്സാം എഴുതുന്നത്. അപ്പം തിരിച്ചു വന്ന് വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എന്ന് പറയുന്നത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ആൻസർ കീ നോക്കാനൊന്നും പ്രിപ്പയർഡ് ആയിരുന്നില്ല. പിന്നെ ഓരോ ദിവസവും ഗ്രൂപ്പിലെ മെസ്സേജസ് കാണുമ്പോൾ പേടിച്ചത് നോക്കി. അപ്പോൾ ഏകദേശം ഉണ്ട്, പക്ഷെ കട്ട് ഓഫ് കൂടുമെന്ന് നല്ല പേടിയുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായി കൂടുകയും ചെയ്തു. എന്നിട്ടും കിട്ടിയപ്പോൾ വീണ്ടും പറയുന്നത് നല്ല സന്തോഷമായി, അത്ര തന്നെ. യെസ്, അപ്പോൾ ഈ തവണത്തെ എക്സാം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. നമുക്ക് 1st ജൂണിലായിരുന്നു നമ്മുടെ എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ അതിനുവേണ്ടി കുറെ പഠിച്ചു, കഷ്ടപ്പെട്ട് ഒരുപാട് പഠിച്ചു, PYQs ഒക്കെ ചെയ്തു, റിവൈസ് ചെയ്തു. ബട്ട് ദെൻ അത് ക്യാൻസൽ ചെയ്തു. വീണ്ടും ഒരു മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് പിന്നെ വീണ്ടും ഓഗസ്റ്റിൽ എക്സാം വന്നു. അപ്പോൾ ആ ഒരു പീരീഡ് എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അല്ലെങ്കിൽ അപ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രിപ്പറേഷൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോയതൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ PG സ്റ്റുഡന്റ് ആയിരിക്കാണ് ഞാൻ നെറ്റിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുമ്പം അനീസ് സർ എപ്പോഴും പറയായിരുന്നു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. നെറ്റിൻ്റെ ഇത് നോക്കണം വെച്ചെങ്കിൽ നമ്മൾ നെറ്റ് നോക്കണം, അല്ലാച്ചെങ്കിൽ PG കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്യണം. അപ്പം ഞാൻ പ്രയോറിറ്റി കൊടുത്തത് നെറ്റിന് തന്നെ ആയിരുന്നു. ആ ഒരു ടൈം പീരീഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയും ഈ എക്സാം ക്രാക്ക് ചെയ്യണം. PG കഴിഞ്ഞിറങ്ങുമ്പം ഇപ്പോൾ നമ്മുടെ ഐഫറിൻ്റെ ആഡിലൊക്കെ പറയുന്ന പോലെ PGയോടൊപ്പം നെറ്റ് എന്നതാണോ നിങ്ങളുടെ സ്വപ്നം എന്ന് ചോദിക്കൂല, അത് തന്നെയായിരുന്നു സ്വപ്നം. PG കഴിഞ്ഞിറങ്ങുമ്പോൾ അവിടുന്ന് നെറ്റ് ഹോൾഡറായിട്ട് ഇറങ്ങാന്നല്ലേ. അപ്പം നമുക്ക് ജൂണിലെ എക്സാമിന് എങ്ങനെയും അത് വേണം. അപ്പം അതിന് അത്രയും വർക്ക് ചെയ്തിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ആൻഡ് നൈറ്റ് പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പം ഞാൻ പഠിച്ചു തുടങ്ങിയത് സത്യം പറഞ്ഞാൽ മാർച്ചിൽ ഫസ്റ്റ് ARF എക്സാം വരുമ്പോഴാണ്. അന്ന് രാവിലെയാണ് ഞാൻ ഫസ്റ്റ് പഠിക്കുന്നത്. ആ പഠിച്ചു തുടങ്ങി 2.5 മാസം ഡേ ആൻഡ് നൈറ്റ് പഠിച്ചിട്ടുണ്ട്. നാട്ടിലില്ലായിരുന്നു, പുറത്തായിരുന്നു. അപ്പം ഈ JRF ക്ലബ്ബൊക്കെ വരുമ്പോൾ രാവിലെ 3:30 മണിക്കാണ് എനിക്ക് ക്ലാസ്. അപ്പോൾ ആ ടൈം മുതൽ എഴുന്നേറ്റ് എപ്പോഴെങ്കിലും ഉറങ്ങി ബാക്കി നേരം ഫുള്ള് പഠിക്കുക, അങ്ങനെ ആയിരുന്നു. എന്നിട്ട് നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ എനിക്കറിയായിരുന്നു ഐ എം ഗോണ ഡു വെൽ, കിട്ടും. പിന്നെ സർ നമുക്ക് നമ്മളെ മെന്റർ ആയാലും സൊനാൽ സർ ആയാലും അനീസ് സർ ആയാലും നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്കറിയാം ഇത് ക്രാക്ക് ചെയ്തേ തിരിച്ചു വരുള്ളൂ എന്നുള്ള ഒരു സംഭവം. അങ്ങനെ തന്നെയാണ് പോയത്. ഫുൾ ഫാമിലി വന്നിരുന്നു കേട്ടോ. ഫുൾ ഫാമിലി എക്സാം സെൻറ്റർ വരെ വന്ന് തിരിച്ച് നമ്മൾ കൊണ്ടുവരാൻ വന്ന്. അപ്പോൾ അവിടുന്ന് എക്സാം എഴുതി തിരിച്ചു വരുമ്പോൾ എനിക്കറിയാം ഓക്കെ ഇതെനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോഴും എനിക്ക് പേപ്പർ 1 ടഫായോ എന്ന് എനിക്ക് നല്ല ഡൗട്ടാണ്. ആൻസർ കീ വരുന്നതിന് മുന്നേ ഞാൻ തന്നെ ഇരുന്നിട്ട് പേപ്പർ 2 ഫുള്ള് നോക്കിയൊക്കെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇത് എൻ്റെ തന്നെ ആണോ എന്നുള്ള സംഭവം. സത്യം പറഞ്ഞാൽ JRFന്റെ അടുത്ത് കട്ട് ഓഫ് ഉണ്ടായിരുന്നു. ഈ ഒരു സെറ്റ് ബാക്ക് വന്നില്ലായിരുന്നു, അന്നത്തെ റിസൾട്ട് ആയിരുന്നു വെച്ചെങ്കിൽ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു JRF ഓൾറെഡി എനിക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു. അന്ന് അതിന്റെ ക്യാൻസൽ ആകുമ്പോൾ ജൂൺ 18 എക്സാം കഴിഞ്ഞു.
20 ക്യാൻസലായി. ജൂലൈ 1 ഞങ്ങൾക്ക് PG എക്സാം സ്റ്റാർട്ട് ചെയ്യായിരുന്നു, ഫൈനൽ സെമസ്റ്റർ. പ്രൊജക്ട് ചെയ്തിട്ടില്ല, ഞാൻ എക്സാമിന് വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും കാലം ട്രൈ ചെയ്തുകൊണ്ടിരുന്ന സംഭവം ക്യാൻസലായി. ഹോസ്റ്റലിലായിരുന്നു ഞാൻ. പുറത്തുനിന്ന് കയറി വരുമ്പോൾ എല്ലാവരും പറഞ്ഞു സമാധാനത്തോടെ കേൾക്കണം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തു പറ്റി? ഒന്നുമില്ല ലാസ്റ്റ് പോസ്റ്റർ കാണിച്ചതേക്ക് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. ഇവിടെ ഒക്കെ ഇപ്പോഴും അത് പറയുമ്പോൾ കൈ കിടക്കുന്നുണ്ട്. കാരണം നമുക്കതൊരു എന്താ പറയാ കിട്ടും, വർക്ക് ചെയ്ത് നമ്മളത് ഫുള്ള് നോക്കി. ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് എന്താ OBC NCLന്റെ സർട്ടിഫിക്കറ്റ് എന്താ പറയാ അപ്ലൈ ചെയ്യണം കേട്ടോ, അതൊന്ന് അപ്ലൈ ചെയ്ത് വെക്ക്, റിസൾട്ട് എപ്പോഴാ വരിക എന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പറഞ്ഞ് തിരിച്ച് കുളിക്കാൻ പോയതാ, കുളിച്ച് തിരിച്ചു വന്നേക്ക് എക്സാം റദ്ദാക്കിയിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ നല്ലൊരു സംഭവമുണ്ട്. പക്ഷെ പിന്നെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം 10 ദിവസം കഴിഞ്ഞ് എനിക്ക് എൻ്റെ PGയുടെ അവസാന സെമസ്റ്റർ എക്സാമാണ്. വീണ്ടും അവിടെ കരഞ്ഞു പോയി, അവിടെ ഇരുന്ന് പോയി നമ്മൾ ഇരിക്കും. അപ്പൊ എനിക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഗ്രൂപ്പിലെ മെസ്സേജ് ഒക്കെ കാണുമ്പോൾ ആകെ കയ്യിൽ പോയി. എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. കാരണം എല്ലാവർക്കും അറിയാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന്. ഒരു ഫംഗ്ഷന് പോവില്ല, ഒന്നിനും പോവാതെ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം എന്തോ അവൾ എഴുതുന്നുണ്ട്. അപ്പം അവിടെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് വീണ്ടും പിറ്റേ ദിവസം മുതൽ ക്ലാസ്സിന് പോയി. സ്റ്റഡി ലീവ് വന്നു, PGക്കുള്ളത് ചെയ്തു. പക്ഷെ സത്യം പറഞ്ഞാൽ സങ്കടം, ആ മൊമെന്റിൽ വന്ന റിഗ്രറ്റ് എന്ന് പറയുന്നത് PG ലൈഫിന്റെ ലാസ്റ്റ് ഡേയ്സ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നെറ്റിന് വേണ്ടി മാറ്റി വെച്ചു, എന്നിട്ട് അത് പോയല്ലോ എന്നുള്ള സങ്കടം വന്നു, നല്ല സങ്കടം വന്നു. പക്ഷെ നിർത്താൻ പറ്റാത്തത് കൊണ്ട് PGയുടെ നോക്കി. PGയുടെ എക്സാം എഴുതാനും ഐഫർ എന്നെ നന്നായി സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഫൈനൽ സെമസ്റ്ററിൽ ടു സേ ഞാൻ പൊളിറ്റിക്കൽ സയൻസ് അല്ല എൻ്റെ ഡിഗ്രിയുടെ സബ്ജക്ട്. +2 സയൻസ് ആയിരുന്നു, ഡിഗ്രി ലിറ്ററേച്ചർ ആയിരുന്നു, PG പൊളിറ്റിക്സ് ആയിരുന്നു. എനിക്ക് ഒരു ബേസും ഇല്ലായിരുന്നു. ഞാൻ പാസ് ഔട്ട് ആയത് റാങ്ക് ഹോൾഡർ ആയിട്ടാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th റാങ്കോട് കൂടിയിട്ടാണ് ഞാൻ പാസ് ഔട്ട് ആയത്. അതിലും ഐഫറിന് നല്ല പങ്കുണ്ട്. ഇപ്പൊ ആർഷ മാം ഉണ്ട് പൊളിറ്റിക്സിലെ. ആള് ജസ്റ്റ് ഒരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് ഇതിൽ എടുത്തു പോയ സാധനം എനിക്കൊരു പേപ്പർ ആയിരുന്നു. എൻ്റെ വൈവയ്ക്കൊക്കെ ഞാൻ ആർഷ മിസ് പറഞ്ഞത് മാത്രം. നല്ല ടഫ് വൈവയാണ്. ആ വൈവയിൽ ഇരിക്കുന്ന സമയത്ത് മുന്നേ കയറി എല്ലാവരും കരഞ്ഞോണ്ടാണ് പോകുന്നത്. ഇതൊന്നും കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടത് ഐഫർ എന്നാണ്. ആ ടോപ്പിക്കും കോൺസെപ്റ്റും എല്ലാം ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ഐഫർ എന്നാണ്. അത് അത്രയും ഇൻഡെപ്ത് നമുക്ക് ഓരോ കാര്യം പൊളിറ്റിക്സിനെ പഠിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്കറിയാം ഇതിന് മുന്നേ ഹ്യൂമാനിറ്റീസ് ആയിട്ട് ഒരു ടച്ച് ഇല്ലാതെ, പൊളിറ്റിക്സ് ആയിട്ട് ഒരു ടച്ച് ഇല്ലാതെ ഇന്ന് ഞാൻ ഇങ്ങനെ പൊളിറ്റിക്സിൽ ഇരിക്കുന്നുണ്ട്. എനിക്കറിയാം, അതറിയാൻ എന്നെ സഹായിച്ചത് ഐഫറാണ്. അപ്പോൾ ട്രോമ വന്നിട്ടുണ്ട്. പക്ഷെ സാറ് പറഞ്ഞ പോലെ അന്നത്തെ എൻ്റെ നീഡ് എന്ന് പറയുന്നത് വീണ്ടും അപ്പം എൻ്റെ PG എനിക്ക് പ്രയോറിറ്റൈസ് ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞ് പ്രൊജക്റ്റും കഴിഞ്ഞ് പിന്നെ വന്നത് ശരിക്കും ട്രോമ പീരീഡാണ്. ഇനി എനിക്ക് പഠിക്കാൻ വയ്യ എന്നുള്ളൊരു സംഭവം തോന്നുന്നില്ല. നമുക്ക് കുറേ ആയിട്ട് ഒരു 5-6 മാസമായിട്ട് വേറെ ഒന്നും ചെയ്യാതിരുന്ന് പഠിച്ചിട്ട് അപ്പോൾ ഒന്ന് സ്റ്റക്കായി. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് വന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ വീണ്ടും പ്രിപ്പയർ ചെയ്ത് എഴുതണം. അവസാനത്തെ കുറച്ച് ദിവസമാണ് വീണ്ടും പഠിച്ചത്. അതാണ് എനിക്ക് വന്ന സെറ്റ് ബാക്ക് എന്ന് പറയുന്നത്. പഠിക്കാൻ തീരെ പറ്റാതായി. ടൈം അതിനു വേണ്ടി സ്പെയർ ചെയ്യാൻ എത്ര ഇരുന്നാലും എനിക്ക് പഠിയുന്നില്ല എന്ന് തോന്നും. പക്ഷെ മുന്നെടുത്ത എഫേർട്ട് ഫ്രൂട്ട്ഫുൾ ആയതുകൊണ്ടാണ് അവസാനത്തെ ഒരു 10 days കൊണ്ടാണ് ഞാൻ 2ാമത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്തത്. അതും പനിക്കുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു, വരുന്നു. 106 ഡിഗ്രി പനിയും വെച്ചാണ് ഞാൻ ഇപ്പോൾ എക്സാം എഴുതി വന്നത്. അപ്പം എളുപ്പമല്ലായിരുന്നു. പക്ഷെ അത് ചെയ്യാനുള്ള സപ്പോർട്ട് തന്നത് ഐഫറാണ്. അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ എക്സാം ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞാൽ വീണ്ടും മറ്റൊരു എക്സാമിന് വേണ്ടി എഫേർട്ട് ഇടാനുള്ളത് ചിലപ്പോൾ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ജസിത അത് ഗിവ് അപ്പ് ചെയ്തില്ല എന്നുള്ളതാണ്. ഫിസിക്കലി കുറെ ഇഷ്യൂസ് ഉണ്ടായിട്ടും വീണ്ടും അതിന് വേണ്ടി ട്രൈ ചെയ്തു ആൻഡ് ഫൈനലി ഡ്രീം അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. യെസ്, അപ്പോൾ ജസിത എത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ UGC നെറ്റ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് പ്രിപ്പറേഷന് വേണ്ടി എത്രത്തോളം ഐഫർ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? ലൈക്ക് ഐഫറിന്റെ ടെസ്റ്റുകളും ഐഫറിന്റെ മെന്റേഴ്സും ഒക്കെ എത്രത്തോളം ജസിത ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഐഫർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എല്ലാം തന്നെ യൂസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ 100% ഓരോ ഫീച്ചറും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ആപ്പ് ആയാലും ടെസ്റ്റ് ആയാലും. ഇപ്പൊ ഈവൻ നമുക്ക് വാൾപേപ്പർ തരുമായിരുന്നു. കുറച്ച് വീക്സിന്റെ ഇടയിൽ നമുക്ക് വാൾപേപ്പർ തരും. ഇപ്പോഴും എന്റെ ഇതിന് മുന്നേ ഉപയോഗിച്ചിരുന്ന ഫോണിന്റെ വാൾപേപ്പർ അതാണ്. ട്രൂ ഹാർഡ് വർക്ക് നെവർ ബിട്രേസ്. അത് ശരിയാണ്. അത് ഐഫർ പഠിപ്പിച്ചെന്ന പാടാണ്. അതിന്റെ കൂടെ എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് JRF ക്ലബിലാണ്. രാവിലെ JRF ക്ലബ്ബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും. രാവിലെ 2ന്റെയും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും. ആദ്യമൊക്കെ മാർക്ക് നല്ല കുറവായിരുന്നു. പിന്നെ ഓരോ ദിവസം കൂടുമ്പോൾ അത് മാറി വരും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുനേരം ഉറങ്ങും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ റീസെറ്റ് പോളിസി
കാണുമ്പോൾ നമുക്ക് ഇത് എന്താന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാനത് അറിയുന്നത് അവസാനത്തെ ഒരു മാസത്തിനുള്ളിലാണ്. അപ്പൊ എനിക്ക് തോന്നി ഇനി എങ്ങാനും കിട്ടിയില്ലെങ്കിലോ, അതായത് ഒരു രണ്ടാമത്തെ പ്ലാൻ വേണമല്ലോ, പ്ലാൻ ബി വേണമല്ലോ. അപ്പൊ ഞാൻ എന്തായാലും ഇത് കൂടി നോക്കാം. അപ്പം മാക്സിമം PYQs ചെയ്യണമായിരുന്നു. അപ്പൊ ഞാൻ ഡെയിലി ഇന്ന് പേപ്പർ 1 ആണെങ്കിൽ നാളെ പേപ്പർ 2, പേപ്പർ 1 ആണെങ്കിൽ 2 PYQ ഒരു ദിവസം ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് സോൾവ് ചെയ്യും, അതിന്റെ ആൻസേഴ്സ് ഫുള്ള് നോക്കും. അതേപോലെ പിറ്റേ ദിവസം പേപ്പർ 2 ഫുള്ള് നോക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അപ്പൊ മെറ്റീരിയൽസ് ഉണ്ട്. ഞാൻ ആ മെറ്റീരിയൽസ് എത്ര തവണ വായിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. അത് മാറി മാറി പ്രിന്റ് എടുത്തിട്ട് വായിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ പറയുമ്പോൾ എനിക്കത് പ്രിന്റ് ആയാലേ വായിക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ ആന്റണി സർ എപ്പോഴും പറയും, നിങ്ങൾ ലെക്ചർ എഴുതരുത്, നിങ്ങൾ ഇതിന്റെ കൂടെ പോകണം, സമയം പോകുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും സാർ എന്തെങ്കിലും പറയണേ, എനിക്ക് പഠിക്കണോ വെച്ചെങ്കിൽ ലെക്ചർ വേണമല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ടൈം പോകുന്നതിനനുസരിച്ച് സാറ് പറയുന്നതാണ് ശരി, നമ്മളെ ടൈം അവിടെ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് PPT എത്രത്തോളം കണ്ടന്റ് PPT-യിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അത്ര അധികം കണ്ടന്റ് നമുക്ക് PPT-യിലുണ്ട്. അപ്പം അത് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ പുതിയ പുതിയ നോളജ് നമുക്ക് അത് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ലൈവ് ക്ലാസ്സുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം മിസ് ചെയ്ത് കഴിഞ്ഞാല് കുറെ കണ്ടന്റ് പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ആ ഒരു ക്ലാസ് മിസ് ചെയ്യാതിരിക്കാൻ നോക്കും. ഇപ്പം ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് കറക്റ്റ് നോമ്പിനൊക്കെ നിസ്കാരത്തിന്റെ സമയത്താണ്, നോമ്പ് തുറക്കുന്ന സമയത്താണ്. പക്ഷെ അത് സൈഡിൽ പ്ലേ ഉണ്ടാവും, ലൈവ് ക്ലാസ് അവിടെ പ്ലേ ഉണ്ടാവും, നമ്മളിപ്പുറത്ത് നമുക്ക് ചെയ്യാനുള്ളത് എന്നാലും കേൾക്കാമല്ലോ എന്നുള്ളൊരു ഒരു സംഭവമായിരുന്നു. പിന്നെ പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് വരുന്ന വീക്ക്ലി ടെസ്റ്റുകളിൽ ഒരിക്കലെങ്കിലും അതിലൊന്ന് ജയിക്കണം എന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ജയിച്ചിട്ടില്ല. പക്ഷെ ഓരോ തവണ ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്നുള്ളത്. അപ്പം ഓരോ ഫീച്ചറും ഇപ്പം എന്താ പറയാ, നമ്മളൊന്ന് താഴ്ന്നു പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓടി പോകാൻ പറ്റുന്ന മെന്റേഴ്സ് ആണ് നമുക്കുള്ളത്. പേപ്പർ 2 മെന്ററിനായിട്ടാണ് ഞാൻ കൂടുതൽ കോൺടാക്ട് ഉണ്ടായിരുന്നത്. സൊണാൽ സാറിനായിട്ടാണ്. എനിക്ക് തോന്നുന്ന സാറ് പലപ്പോഴും രാവിലെ എഴുന്നേറ്റിട്ടുണ്ടാവും എന്റെ മെസ്സേജ് ഉണ്ടാവും. ഞാൻ രാത്രി പഠിക്കുന്ന ആളാ. അപ്പൊ ഞാൻ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടിട്ട് പിന്നെ ഞാൻ പറയും, സർ ഇന്ന PYQ-ൽ ഇന്ന ക്വസ്റ്റ്യൻ എന്തോ പ്രശ്നമുണ്ട്, അതിന്റെ പാസേജ് കാണാനില്ല. അപ്പൊ സാറ് രാവിലെ അത് ശരിയാക്കിയിട്ടുണ്ട്. അതെ, എപ്പോഴൊക്കെ അലാറായിരുന്നു. എനിക്ക് തോന്നുന്നു സാറ് ചിലപ്പോൾ രാവിലെ ഞാൻ എന്നിട്ട് കിടന്നുറങ്ങും. ഞാൻ രാവിലെ നീറ്റ് കിടന്നുറങ്ങുമ്പോൾ സാറ് രാവിലെ നീറ്റ് എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പം അത്രയും സപ്പോർട്ടായിരുന്നു. ഇപ്പം ഫസ്റ്റ് എക്സാം ക്യാൻസൽ ചെയ്ത് എല്ലാം കഴിഞ്ഞ് തിരിച്ചുകൊണ്ട് ഞാൻ സാറിന് മെസ്സേജ്, സാർ എനിക്കറിയില്ല, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പൊ സാറ് പറഞ്ഞു, നീ ഇനി റിവിഷൻ മാത്രം ചെയ്താൽ മതി, ഒറ്റ ലൈവ് നീ മിസ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, നീ റിവൈസ് ചെയ്താൽ പറ്റും. എന്നിട്ടും ഞാൻ പിന്നെ സ്കിപ്പ് ചെയ്തു കുറേ ദിവസം. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പറഞ്ഞു പറ്റും, 2-3 PYQ കൂടി ചെയ്തിട്ട് നീ പഠിച്ചോ. അതേ ചെയ്തിട്ടുള്ളൂ. ആ സാറ് തന്നൊരു സപ്പോർട്ട് ഉണ്ട്. ഇപ്പം തലേ ദിവസം രാത്രി ഹോസ്പിറ്റലിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഞാൻ രാത്രി ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ സാറിന് മെസ്സേജ് അയച്ചു, സാർ എനിക്ക് വയ്യ, എനിക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല, ഇങ്ങനെ നന്നായി പനിച്ച് ചെന്ന് നമ്മളെ കേറ്റോ, അങ്ങനെ കെറ്റായിക്കൊന്നുമില്ല, നീ ചെല്ലണം പോണം എന്ന് പറയണം. ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, കോൺസ്റ്റന്റ്ലി ആ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ പോകുന്നതിന് മുന്നേ എനിക്ക് മെസ്സേജ്, സാർ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പൊ സാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടാണ് പോയിട്ടുള്ളത്, കുഴപ്പമൊന്നുമില്ല, നീ എന്തായാലും പോണം, എക്സാം എഴുതണം. തിരിച്ചു വന്ന് ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഫസ്റ്റ് മെസ്സേജ് സാറിൻ്റെതാണ്, ഹെൽത്ത് ഓക്കെ അല്ലേ, എഴുതി എത്തിക്കാൻ പറ്റിയില്ലേ. ഇപ്പം ഞാൻ കയറുന്ന സമയത്ത് ഒരു പ്രശ്നമില്ലാത്ത എന്റെ ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്തില്ല എക്സാമിന് കയറാൻ സമയത്ത്. അപ്പൊ എന്റെ അടുത്ത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനി സാറ് പറയാറുണ്ട് എപ്പോഴും ടൈമിന് കയറിയാൽ മതി. അപ്പൊ ഞാനൊരു 45 മിനിറ്റ്സ് മുന്നെയാണ് കയറുന്നത്. അപ്പൊ കയറി അകത്തെത്തി ഫിംഗർ പ്രിന്റ് വെച്ചപ്പോ ഫിംഗർ പ്രിന്റ് എടുക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ട അറിയില്ല. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം അവര് കുറെ ട്രൈ ചെയ്തു. എന്നിട്ട് അവസാനം എന്റെ ഇടത്തെ കൈ വെച്ചിട്ട് അവർ നമുക്ക് റിക്വസ്റ്റ് അയക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് റിക്വസ്റ്റ് അയക്കാൻ അങ്ങനെ എന്തോ ചെയ്ത്. ഇതെല്ലാം കഴിഞ്ഞ് 10-15 മിനിറ്റ് എക്സാമിന് ബാക്കിയുള്ളപ്പോൾ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിലെത്തി അവരെഴുതി കഴിച്ചത് 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന്. അത് കണ്ടപ്പോ എനിക്ക് പിന്നെയും പോയി. അപ്പൊ നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഇത് എങ്ങനെയല്ലോ എഴുതണത്, ഇപ്പൊ ഇത്രയും ഇങ്ങോട്ട് എത്തിയില്ലേ, എത്തിയിട്ട് ഇനി പറ്റില്ല. അത് അതുപോലെ നമുക്ക് എക്സാം എഴുതുമ്പോൾ ഓരോ ടെസ്റ്റ് എഴുതുമ്പോഴും, ഇപ്പൊ ഫസ്റ്റിലൊക്കെ ടെസ്റ്റ് എഴുതുമ്പോൾ സമയം എനിക്ക് തീരെ മാനേജ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് എക്സാം എഴുതിയ ദിവസം ഞാനിത് ഫുൾ ചെയ്ത് വന്ന് എന്റെ പേപ്പർ 1-ലെ എല്ലാ ക്വസ്റ്റ്യൻസും വീണ്ടും നോക്കി, മാത്സ് 2ാമത് ചെയ്തു നോക്കി, പേപ്പർ 2-ലെ പാസേജും കൂടി നോക്കാനുള്ള സമയം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് വർക്ക്ഔട്ട് ചെയ്ത് വീണ്ടും വീണ്ടും നമ്മുടെ ടൈമർ വെച്ച് ചെയ്തുകൊണ്ടേ ഇരുന്നുണ്ട്. ഐഫറിൽ അത്രയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആപ്പിൽ അത്രയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടും അത് അത്രയും ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയത്. അതിനി മറ്റേ എക്സാമിന് നമ്മൾ OMR ആയിട്ട് എഴുതാൻ വന്നിട്ട് ആ സമയത്ത് ഇങ്ങനെ പ്രാക്ടീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ OMR എഴുതാൻ വന്നപ്പോ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന്. കാരണം അത് എത്തിയില്ല, ഞാൻ ചെയ്തെത്തിയില്ല.
അപ്പൊ വരുമ്പോ ട്വിങ്കിൾ എനിക്ക് എക്സ്ട്രാ, അന്ന് എന്റെ ഇൻവിജിലേറ്റർ ട്വിങ്കിൾ ആയിരുന്നു. അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ കൂടി തന്നെ ഇതിലും കൂടി വർക്ക്ഔട്ട് ചെയ്തോ. അപ്പൊ വർക്ക്ഔട്ട് ചെയ്ത് OMR എനിക്ക് ആ അന്ന് എഴുതിയ എക്സാമിനും അതേ ടൈമിൽ അത് ഫിനിഷ് ചെയ്യാൻ എനിക്ക് പറ്റി. അത് ഐഫർ എന്താണ്, നമ്മള് ബാക്കിൽ പോവരുത്. OMR ആണെങ്കിൽ OMR വെച്ച് നമ്മൾ എക്സൽ ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമുക്ക് ആ സപ്പോർട്ട് തന്നത് കൊണ്ടാണ്. OMR ഷീറ്റ് വരെ നമുക്ക് തന്നത് ഐഫറാണ്. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ രീതിയിലുള്ള എല്ലാവിധ സപ്പോർട്ടും ഐഫർ തന്നിട്ടുണ്ട്. അതിന്റെ ഒരു എഫക്ട് ഈ റിസൾട്ടിൽ എന്തായാലും ഉണ്ട്. യെസ്, അപ്പൊ ജസിത നേരത്തെ ഷെയർ ചെയ്തായിരുന്നു, ജസിത പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിലായിരുന്നു, എക്സാം ടൈമിലൊക്കെ ആയിരുന്നു നമ്മുടെ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. അപ്പൊ പൊതുവെ യൂഷ്വലി കുട്ടികൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നെറ്റിന് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് എന്താ പറയുക ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും, അതും ഇതും കൂടി രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് കൺസേൺ അറിയിക്കാറുണ്ട്. പക്ഷെ എങ്ങനെ ജസിത എങ്ങനെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്തു? എന്റെ കേസിൽ പറയുമ്പോൾ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാൻ ഫൈനൽ സെമസ്റ്ററിലോട്ട് ഇത് എടുത്തു വെച്ചു എന്നുള്ളതാണ്. ആദ്യമേ കോച്ചിങ് എടുത്ത് പഠിക്കണമായിരുന്നു എന്നാണ് ഞാൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കൊരു പ്രോപ്പർ മെന്റർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്കിത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. രണ്ടും കറക്റ്റ് ആയിട്ട് ഒരു ടൈം ടേബിൾ നമുക്ക് നെറ്റിനും ഉണ്ട്, അതേപോലെ PGക്കും ഉണ്ട് എങ്കിൽ PGയുടെ തന്നെ നമ്മൾ സമയം മാറ്റി വെക്കുക. പിന്നെ ഇത് പ്രോപ്പർ ആയിട്ട് നമ്മളോട് പറഞ്ഞു, ഇപ്പൊ ഐഫർ എന്നാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു ഷെഡ്യൂൾ തരുന്നുണ്ട്, അത് ബേസ് ചെയ്ത് പഠിക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഫസ്റ്റ് സെമസ്റ്ററിലോ സെക്കൻഡ് സെമസ്റ്ററിലോ ആണെന്നുവെച്ചെങ്കിൽ ഈസി ആയിട്ട് എന്തായാലും മാനേജ് ചെയ്യാൻ പറ്റും. അത് ഫോർത്തിലോട്ടൊക്കെ എത്തുമ്പോൾ നമുക്ക് ടൈമിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ തന്നെ നമ്മൾ ഫസ്റ്റോ സെക്കൻഡ് സെമസ്റ്റർ എഴുതുമ്പോൾ അതിന്റെ കൂടെ ആണെന്ന് വെച്ചെങ്കിൽ പിന്നീടുള്ള നമ്മളെ PG എക്സാമിന് പോലും ഈ എന്താ പറയാ ക്ലാസ്സസ് നമ്മൾ നന്നായിട്ട് ബെനിഫിഷ്യൽ ആയിരിക്കും, നന്നായി ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതൊട്ടും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ല. വേണം എന്ന് വെച്ചാൽ നമ്മൾ എഫേർട്ട് എടുത്താൽ രണ്ടും കൂടി നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. സ്വപ്നം കണ്ടാൽ അത് നടക്കും. യെസ്, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ബാരിയേഴ്സ് വന്നാലും അല്ലെങ്കിൽ എത്ര പ്രോജക്ട്സ് ഒരുമിച്ച് വന്നാലും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും അല്ലെ? അതുപോലെ തന്നെ ഇപ്പോ ജസിത പേപ്പർ 1ന്റെ സപ്പോർട്ടും അല്ലെങ്കിൽ പേപ്പർ 1ന്റെ പ്രിപ്പറേഷനും ഐഫറിന്റെ കൂടെ തന്നെയായിരുന്നു അല്ലെ? അതിൽ നമ്മുടെ അനീസ്കന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? അനീസ്കന്റെ ക്ലാസ്സും സെഷൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഫസ്റ്റ് മെറ്റീരിയൽ കിട്ടുമ്പോൾ പേപ്പർ 1 ഞാനിങ്ങനെ മറിച്ചു നോക്കിയിട്ട് ഓക്കെ, ഞാൻ മാത്തമാറ്റിക്കൽ റീസണിങ് ഞാൻ സ്കിപ്പ് ചെയ്യും, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഞാൻ സ്കിപ്പ് ചെയ്യും, ലോജിക്കൽ റീസണിങ് ഞാൻ സ്കിപ്പ് ചെയ്യും. അതെ, ഇതൊന്നും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല, അപ്പൊ ഞാനിത് ചെയ്യൂല, ബാക്കിയുള്ളത് മാക്സിമം പഠിക്കുക, അങ്ങനെ ആയിരുന്നു. പക്ഷെ ലാസ്റ്റിലോട്ട് എത്തിയപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക്ഔട്ട് ചെയ്ത ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഏറ്റവും ഈസി ആയിട്ട് പെട്ടെന്ന് നോക്കി റിവൈസ് ചെയ്യാൻ പറ്റിയതാ ലോജിക്കൽ റീസണിങ് ആണ്. അതെങ്ങനെ അങ്ങനെ എത്തിവെച്ചാൽ അത് അനീസറിന്റെ ക്ലാസ് ആണ്. ഇപ്പം 5 AM JRF ക്ലബ്ബ് തുടങ്ങുന്നത് വരെ എനിക്ക് ഈ 3 സാധനവും അറിയില്ല. ഇപ്പം ഞാൻ ആകെ ഒഴിവാക്കിയിട്ടുള്ളത് ടൈം ആൻഡ് ഡിസ്റ്റൻസും പിന്നെ അതുപോലെ ഒരു ടോപ്പിക്കും കൂടി ഉണ്ടായിരുന്നു മാത്സിലെ. ഇത് എന്നെ കൊണ്ട് പറ്റൂല എന്ന് ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ അത് ഓക്കെ, അത് ഞാൻ മാറ്റി വെച്ച്. പക്ഷെ ബാക്കിയുള്ളത് ഒന്നും മാറ്റി വെക്കാൻ പറ്റിയിട്ടില്ല. കാരണം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കി തരും. അപ്പൊ ക്ലാസ് ആണെങ്കിലും ലോജിക്കൽ റീസണിങ് തുടങ്ങുമ്പോൾ ഞാൻ ഇപ്പൊ എന്റെ റൂംമേറ്റ്സിനൊക്കെ പറയും ഇത് എന്നെ കൊണ്ട് നടക്കൂല, ഇതെനിക്ക് മനസ്സിലാവണില്ല, ഇത് എന്താ ഇതെന്ന് പറയും. പക്ഷെ അങ്ങോട്ട് പോയി അത് ഡെപ്തിൽ അറിയുമ്പോൾ ഇന്ത്യൻ ലോജിക്കൊക്കെ എന്റെ റൂമില് ഫുള്ള് വൈറ്റ് പേപ്പറിൽ ഇന്ത്യൻ ലോജിക്കിലെ ടേംസ് ആയിരുന്നു. നമുക്ക് ഓരോന്നിന്റെ എക്സാമ്പിൾ ഇപ്പം എന്താ പറയാ ഓരോന്ന് ആലോചിക്കുമ്പോഴും സാർ പറഞ്ഞ എക്സാമ്പിൾ നമുക്ക് ഓർമ്മ വരും. സാർ എവിടെ പോയാലും ബീച്ച് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ദുബായ് ഫ്രെയിം ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊക്കെ സാർ വീഡിയോ എടുത്തയക്കും. ഈ സാധനമൊക്കെ നമ്മളെ തലയിലുണ്ടാവും, അത് നമ്മള് മൈൻഡിൽ നിന്ന് പോവില്ല സാർ പറയുന്നത്. പിന്നെ ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യൂല ഇത്രയും ടോപ്പിൽ ഇരിക്കുന്ന ഇപ്പൊ CEO ഒന്നും ഒരിക്കലും നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, സാർ ഞങ്ങളെ സൂൺ ടു ബി JRF ഫോർ നെറ്റ് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പില് സാർ എപ്പോഴും അവൈലബിൾ ആണ്. പ്രിയപ്പെട്ടവരെ പഠിക്കുന്നില്ലേ എന്ന് വെച്ചാൽ സാറ് വരും, പ്രിയപ്പെട്ടവർ എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് കാണുമ്പോ തന്നെ സാറിന്റെ ഒരു ഹായ് വന്നാൽ അതിന്റെ താഴെ 100 ഹായ് പിന്നെ വരും. എല്ലാരും അങ്ങനെ സാറിന് അങ്ങനെ റെസ്പോൺസും കൊടുക്കുമായിരുന്നു. അപ്പോ ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരാളൊരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളല്ല, ഒരു 10 പേര് 10 രീതിയിൽ അത് ക്ലിയർ ചെയ്ത് തരും. അത് എന്താ പറയാ നമുക്ക് മെന്റർഷിപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ അതിലുള്ള എന്താ പറയാ കോ ലേണേഴ്സിന്റെ സപ്പോർട്ടും അങ്ങനെയാണ് കിട്ടിയത്. അവിടെ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എൻവറോൺമെന്റ് ഞാൻ കണ്ടിട്ടില്ല. അതെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. എല്ലാവർക്കും ഉള്ള മെറ്റീരിയല് അവര് മേടിച്ച ബുക്കുകളിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തിട്ടൊക്കെ എല്ലാവരും ഗ്രൂപ്പിൽ ഇടുമായിരുന്നു. ഇപ്പം എക്സാം കഴിഞ്ഞിട്ടായാലും അനീസ് സാർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ സാറിന് ഫസ്റ്റ് കൊടുത്ത റിപ്ലൈ ഇത് ഈ മെസ്സേജ് സാറ് കേൾക്കോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 4.5 മിനിറ്റ് വോയിസ് അയച്ചു ഞാന്. സാറിന്റെ ഫസ്റ്റ് റിപ്ലൈ വന്നത് കേൾക്കുമല്ലോ, കേൾക്കാതിരിക്കാൻ എന്താന്നാ. അങ്ങനെ
എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എല്ലാവരും നമുക്ക് അങ്ങനെ മെസ്സേജ് അയക്കും എന്നുള്ളത്. ഇപ്പൊ സൊണാൽ സാറിന് മെസ്സേജ് അയക്കുമ്പോൾ എനിക്കറിയാം റിപ്ലൈ വരും. പക്ഷെ അനീസ് സാറിന് അയച്ചാൽ അതുപോലെ വരുമോ എന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, വരും. അത് ഐഫറുകാർക്ക് ഉറപ്പാണ്, ആ ഗ്രൂപ്പിലുള്ളവർക്ക് ഉറപ്പാണ്. അതാണ് സാർ തരുന്ന സപ്പോർട്ട്. ഇപ്പൊ സാറ് ജൂണിലൊരു ഫെയർവെൽ മീറ്റ് ഉണ്ടായിരുന്നു നമുക്ക്. ആ ഗൂഗിൾ മീറ്റിന്റെ അവസാനത്തെ ഒരു 35-45 മിനിറ്റ്സ് ഒക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് കരഞ്ഞുണ്ടാകാറുണ്ട്. കാരണം നമുക്ക് ഫെയർവെൽ ഇനി ഇത് കാണാനില്ല. ഇപ്പൊ രാവിലെ 5 മണിക്ക് ഇനി നീറ്റാൽ എന്താ ചെയ്യാ, ആ ഒരു സംഭവമാണ്. പിന്നെ ഞാൻ ഒരിക്കലും രാവിലെ നീക്കുന്ന ഒരാളല്ലായിരുന്നു. സാറ് ഗ്രൂപ്പിൽ പറഞ്ഞു എന്താ പറയാ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നീക്കും, നിങ്ങൾ നൈറ്റ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ നൈറ്റ് പേഴ്സൺ ആയിക്കോ. പക്ഷെ സാറിന്റെ കൂടെ ഒത്തിരി പേര്, ഞാൻ ഉൾപ്പെടെ ഒത്തിരി പേര് മോർണിംഗ് പേഴ്സണും നൈറ്റ് പേഴ്സണും ഒരുമിച്ചായി. എന്നിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങാൻ തുടങ്ങി. ഞാനൊക്കെ അങ്ങനെ ശീലങ്ങൾ തുടങ്ങി എന്നുള്ളതാണ്. അത് സാറ് തരുന്ന സപ്പോർട്ടാ. ഇപ്പൊ ലോജിക്കൽ റീസണിങ് ഒക്കെ വെള്ളം പോലെയാണ്. ഇപ്പം ലാസ്റ്റ് ഡേയ്സിലൊക്കെ എത്തുമ്പോഴത്തേനും സാറ് എല്ലാ ടോപ്പിക്കും എല്ലാ ചാപ്റ്ററും നമുക്ക് ഒറ്റ ക്ലാസ്സിൽ എന്ന് പറഞ്ഞിട്ട്, ഒരു ദിവസം രാത്രി ഇവിടെ എല്ലാവരും കിടക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് ക്ലാസ് ആണ്. രാത്രി 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. രാത്രി 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ മീറ്റില് 570-600 പേരെങ്ങാനും ഉണ്ട്. അപ്പൊ സാറ് പറയുന്നുണ്ട് ഇത് കൊഴിഞ്ഞു പോയിട്ട് അവസാനം വരെ ആരെന്റെ കൂടെ ഉണ്ട് അവർക്ക് നെറ്റ് കിട്ടുന്നു. എനിക്ക് ഉറപ്പുണ്ട് അതിനുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത്. പേപ്പർ കൊണ്ടിലെ എല്ലാ ടോപ്പിക്കും കഴിഞ്ഞു. കുറെ പേര് ഉറങ്ങി, ഞാൻ ഉറങ്ങിയിട്ടില്ല. ആ ലാസ്റ്റ് മൊമെന്റ് വരെ ഇരുന്ന് ഒരു 5 മണിയാകുമ്പോ സാറ് പറഞ്ഞു 10 മിനിറ്റ് ബ്രേക്ക്, അത് കഴിഞ്ഞ് നമുക്ക് JRF ക്ലബിന് കാണാം. എത്ര പേര് അങ്ങനെ വന്ന് നമുക്ക് ക്ലാസ് എടുക്കും. ഒട്ടും ഉറങ്ങാതെ രാത്രി 11 മണി മുതൽ പിറ്റേ ദിവസം 6:30 മണി വരെ കംപ്ലീറ്റ് സെഷൻ. അതില് പ്രോബ്ലംസ് ഒക്കെ ആദ്യമൊക്കെ മാത്സ് ചെയ്തിരുന്ന നമ്മളല്ലേ, പിന്നെ സാറ് പറയുന്ന പോലെ നമ്മളും പറയും. സാർ പറഞ്ഞാണ് മാത്സ് ചെയ്യുക. അതേപോലെ ഇതങ്ങനെ ചെയ്താൽ കിട്ടും, ഇങ്ങനെ ചെയ്താൽ കിട്ടും, നമുക്കറിയാം. നമ്മൾ അങ്ങോട്ട് എത്തി. മാത്സിനൊക്കെ അങ്ങനെ ഹാൻഡിൽ ചെയ്യാനുള്ളതൊക്കെ എത്തി. ഞാനൊന്നും ഒരിക്കലും മാത്സ് അങ്ങനെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. പക്ഷെ അങ്ങനെ എത്തി. അത് സാറിന്റെ ഒരു കപ്പാസിറ്റി ആണ് എല്ലാരെയും സാറ് പറയുന്ന ഒരു വഴിയിലോട്ട് എത്തിക്കാൻ. നമ്മൾ ആദ്യം ഇത് നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ചാലും ഇതൊക്കെ പറ്റും എന്ന് സാറ് തന്നെ നമ്മളെ കൊണ്ട് എത്തിച്ച് കാണിച്ചു തരും. പറയലല്ല, അത് പ്രവർത്തിച്ച് സാറ് നമ്മുടെ ലൈഫിലും കൂടി അത് കാണിച്ചു തരും. എനിക്ക് അങ്ങനെ പറ്റി, മാത്സ് പറ്റിയിട്ടുണ്ട്. അപ്പം സാറ് ഫസ്റ്റ് എക്സാമിന് പോകുമ്പോൾ പറഞ്ഞായിരുന്നു നിങ്ങൾ ബബിൾ ചെയ്യുമ്പോൾ തെറ്റും. എന്റേത് തെറ്റി. പക്ഷെ രണ്ടാമത്തെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾക്ക് കാണില്ല. എനിക്ക് അറിയില്ലായിരുന്നു ആ ക്വസ്റ്റ്യൻ. പക്ഷെ മൂന്നാമത്തെ മുതൽ നമുക്ക് അറിയണതായിരുന്നു. സാറ് പറഞ്ഞതുപോലെ തന്നെ ആയിരുന്നു. അതേപോലെ OMRന് ഇപ്പം പറഞ്ഞു ഫിംഗർ പ്രിന്റ് കിട്ടുന്നില്ല. എക്സാം സ്റ്റാർട്ട് ആയപ്പോൾ ഫസ്റ്റ് ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്കത് കിട്ടണില്ല. എനിക്കത് നോക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് സമയം കളയാനല്ലോ. അപ്പൊ ഞാൻ ബാക്കി ചെയ്ത് തിരിച്ചു വന്നിട്ട് എനിക്ക് 4 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയി. 5 എണ്ണത്തിൽ 4 എണ്ണം കറക്റ്റ് ആയി. അത് സാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒന്ന് പോയി തിരിച്ചു വന്ന് റിലാക്സ് ആയി കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ കാണില്ല. നിങ്ങൾ എന്റെ അടുത്ത് നിന്നല്ലേ പഠിച്ചിട്ടുള്ളത്, അതെന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ആ സാധനമാണ്. തിരിച്ചു വന്നപ്പോ ആ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെ സോൾവ് ചെയ്തു. നമുക്ക് കിട്ടാത്തതെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കേണ്ട ക്വസ്റ്റ്യൻസ് അങ്ങനെ നമുക്ക് അധികം കാണാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് അനീസ്കന്റെ ഓരോ വാക്കുകൾ പോലും ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കാണ്. അതുണ്ട്. പൊതുവെ ഞാൻ ആ ഗ്രൂപ്പിലൊന്നും മെസ്സേജ് അയക്കാറില്ല, കുറവാ. ഡൗട്ട്സ് ചോദിക്കുന്നല്ലാതെ എല്ലാരും കുറേ കാര്യങ്ങൾ പറയും. എനിക്ക് അങ്ങനെ പറയാൻ മടിയാണ്. പക്ഷെ സാറ് പറഞ്ഞതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിൽ പറയുന്ന പലരും ഇപ്പൊ എനിക്ക് ഫസ്റ്റ് എക്സാം ഈ എക്സാം കഴിഞ്ഞ് കിട്ടൂല എന്ന് തോന്നുന്ന സമയത്ത് അതിലൊരു ചേച്ചി എപ്പോഴും മെസ്സേജ് അയക്കുമായിരുന്നു റിസൾട്ടിന്റെ. ആ ചേച്ചി പറയുന്നത് ആള് 2018 മുതൽ ട്രൈ ചെയ്യണം. ഞാൻ +2 പഠിക്കുന്ന സമയം മുതൽ ട്രൈ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇവരുടെ വാക്കുകൾ വരെ അതിലുള്ള ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആക്കുമ്പോൾ നമുക്കൊക്കെ ചെറുതാണ്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും കിട്ടും, നമ്മൾ ഇനിയും ട്രൈ ചെയ്യും, കിട്ടിയില്ലെങ്കിൽ എന്നുള്ള ആ ഒരു ഇതും. അത് സാർ എല്ലാവർക്കും കൊടുത്ത സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആണ് ആ ഗ്രൂപ്പില്. ഒരാളെന്നല്ല, എല്ലാവരും അങ്ങോട്ടോട്ട് സപ്പോർട്ട് ചെയ്യും. ഗ്രൂപ്പ് ഗ്രേറ്റ്. യെസ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ ഒരാളെ കൂടെ കാണുന്നുണ്ടാവും. അത് നമ്മുടെ ജസീതയുടെ ഉപ്പയാണ്. സോ യെസ് ഉപ്പ, അപ്പൊ മോളിത് UGC നെറ്റ് ഒക്കെ ക്രാക്ക് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പൊ എന്ത് തോന്നുന്നു? ആ UGC നെറ്റ് ക്രാക്ക് ചെയ്തു എന്ന് തോന്നിയാല് അറിഞ്ഞ മൊമെന്റ് എങ്ങനെയുണ്ടായിരുന്നു? ഹാപ്പി ആയിരുന്നു ഉപ്പ? വളരെ സന്തോഷമായിരുന്നു. പിന്നെ ആദ്യമേ അവളെ പറ്റി ഒരു പഠിപ്പിന്റെ കാര്യത്തിൽ വളരെ നല്ല അഭിപ്രായമാണ്. അവൾ ജനിച്ചത് ഗൾഫിലാണ്, സൗദിയിലാണ്. 1-2 വർഷം അവിടെ പഠിക്കുകയും ചെയ്തിരിക്കുന്നു. പിന്നെയാണ് ഇങ്ങോട്ട് വന്നത്. 10ാം ക്ലാസ് പിന്നെ പാസ്സായത് എല്ലാം A+ലാണ്. അപ്പം അന്ന് മുതൽ നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ട് അവള് പഠിക്കുന്നു, മിടിക്കണമെന്ന് മനസ്സിലാക്കി. എല്ലാ സപ്പോർട്ടും, എല്ലാവിധ സപ്പോർട്ടും, മെന്റലി, എല്ലാ ഫൈനാൻഷ്യലി, എല്ലാ നിലക്കുള്ള സപ്പോർട്ടും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചിട്ട് അവളുടെ റിസൾട്ട് വരുന്നതിൽ എപ്പോഴും സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ MA കഴിഞ്ഞു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 6ാം റാങ്ക് കിട്ടിയിരിക്കുകയാണ്.
അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഇപ്പം നെറ്റ് അത് കിട്ടി. ഇനി അവൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പുറകിൽ ഞങ്ങളെ കുടുംബം മൊത്തം ഉണ്ടാവും, ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഫുൾ ഫാമിലി എല്ലാ ഫെസിലിറ്റീസും എല്ലാം ഒരുക്കി വെച്ചിരിക്കും, ഫുൾ സപ്പോർട്ടാണ് കൂടെ എന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ഇന്റർവ്യൂ. തീർച്ചയായിട്ടും ഞാനും എൻ്റെ മറ്റു 2 മക്കളും 2 ആൺകുട്ടികളാണ്, അവരുടെ ഭാര്യമാരും ഈവൻ ഉമ്മയും എല്ലാവരും അവളുടെ പഠിപ്പിൻ്റെ കാര്യത്തിൽ വളരെ സപ്പോർട്ടാണ്. ഇനിയും ഉയരങ്ങളിൽ എത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, എത്തും എന്നുള്ള പ്രതീക്ഷയാണ്. അവൾക്ക് ഏത് നിലക്ക് വിദ്യാഭ്യാസം കൊണ്ടുപോകണോ അതിനെല്ലാം ഞങ്ങൾ തീർച്ചയായിട്ടും ഓക്കെ. അപ്പൊ നമ്മുടെ ഐഫറിന്റെ കൂടെയുള്ള ജസീദയുടെ യാത്ര, അല്ലെങ്കിൽ ഐഫർ എത്രത്തോളം ജസീദയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ലൈക്ക് ഉപ്പക്ക് തോന്നുന്നത്? ആ സപ്പോർട്ട് റിസൾട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ അത്ര അധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മള്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റർബ് ഉണ്ടായിരുന്നു, കാരണം രാത്രി 2 മണിക്കൊക്കെ രാത്രി 2 മണിക്കൊക്കെ ഇരുന്ന് പഠിക്കുന്ന കാണാം. ഓക്കെ, പക്ഷെ ഞങ്ങള് മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനും 12:30 മണി വരെയൊക്കെ ഇരുന്ന് കൊടുക്കും, പിന്നെ പോയി കിടക്കും. അപ്പോൾ അത് നമ്മൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഐഫറിന്റെ ശരിക്കുള്ള സപ്പോർട്ട് തന്നെയാണ് അവളുടെ വിജയത്തിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ നന്ദിയുണ്ട് ഐഫറിനോട്. ഞാനൊരു കാര്യം ചോദിക്കാനായിട്ട് മറന്നു. ലൈക്ക് ഐഫറിനെ പറ്റിയിട്ട് എങ്ങനെയാണ് അറിഞ്ഞത്, അല്ലെ ഐഫറിൽ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഐഫറിനെ പറ്റി അറിഞ്ഞത് എങ്ങനെയാണ്? ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഐഫറിന് മെറ്റീരിയൽസ് കിട്ടുമായിരുന്നു. അന്ന് ഞാൻ ലിറ്ററേച്ചറാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം മെറ്റീരിയൽസ് ആവശ്യമുള്ളതൊക്കെ വരും, അങ്ങനെ ചെറിയ ക്വിസ് ഒക്കെ പോലെ ഇടും. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ഐഫർ അറിയുന്നത്. അതിപ്പം 3 വർഷം മുന്നേ കൊറോണയുടെ സമയത്ത് നമുക്കിങ്ങനെ ഓൺലൈനായിട്ട് എന്താ പറയാ അതെ കിട്ടുന്നു. അപ്പൊ അത് കിട്ടുമ്പോ നമ്മൾ ശ്രദ്ധിക്കൂല. ആ പേര് അന്ന് മുതലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ട്വിങ്കിളുടെ ഇതിൽ നിന്നാണ് ട്വിങ്കിളുടെ ആഡാണ് ഞാൻ കണ്ടത്. അപ്പം പെട്ടെന്ന് അറിയാവുന്ന ഒരു മുഖം കാണുമ്പോൾ നമ്മൾ നോക്കുമല്ലോ. അങ്ങനെ നോക്കിയപ്പോ ഓക്കെ UGC ഉണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് ചെയ്ത എനിക്ക് എന്നെ ലീഡ് ചെയ്യാൻ കറക്റ്റ് ഒരു വേ പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പം സ്റ്റക്കായി പോകും. അപ്പം എനിക്ക് എന്തായാലും കോച്ചിങ് വേണം എന്ന് മുന്നേ ഉണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ടു. അത് എന്തായിരുന്നു വെച്ചാൽ മിഷൻ JRFന്റെ ലാസ്റ്റ് ഡേ ഓഫ് അഡ്മിഷൻ ആണ്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്, ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, എനിക്ക് ചേരണമെന്നുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ അവരും സപ്പോർട്ട് ചെയ്തപ്പോ നമ്മള് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് അറിയണത്. അത് ഞാൻ മാത്രമല്ല കേട്ടോ, എന്റെ വഴി ഇപ്പൊ ഒത്തിരി പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം റിസൾട്ട് വന്നിട്ടായാലും ഐഫറിലായിരുന്നു, അതെ ഐഫറിലായിരുന്നു. ഇപ്പൊ നമ്മളെല്ലാം പറയുമ്പോൾ അവരും അത് റെഫറൽ വെച്ചിട്ടും അല്ലാതെ നമ്മള് കൂടെ എന്റെ ടീച്ചർ, എന്റെ എന്താ പറയാ PhD സ്കോളർ ആയിട്ട് കൂടെ ഉള്ള ഒരു ചേച്ചി ഉണ്ട്. ആള് ഇപ്പൊ പേപ്പർ 1 വേണ്ടി മാത്രം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതെന്താന്ന് നോക്കുമ്പോ അത് നമുക്ക് കിട്ടിയ സപ്പോർട്ട് അവൾക്ക് കൊടുക്കുകയാണ്. നമുക്ക് ഇപ്പൊ ഫ്രണ്ട്സിനായാലും ആരോടായാലും ചെയ്യുമ്പോ ഐഫർ എടുത്തോ എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരിക്കലും അവർക്ക് അതിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല എന്നുള്ളൊരു സംഭവം. അതെ, എക്സ്പീരിയൻസ് ഉണ്ട്. എല്ലാ രീതിയിലും നല്ലതേ കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പൊ പിന്നെ വേറെ എവിടെയും പോകണ്ട, ഐഫർ എടുത്തോ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല എന്ന് നമുക്ക് നല്ല ഉറപ്പോട് കൂടി പറയാൻ പറ്റിയിട്ടുണ്ട്. പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പൊ അത്രയും കോൺഫിഡന്റ് ആണല്ലേ ഐഫറിൽ വേറൊരാൾക്ക് റെഫർ ചെയ്യാനും അല്ലെ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ അത്രയും മാത്രം കോൺഫിഡന്റ് ആണ് ഐഫറിന്റെ സർവീസിൽ. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ ഇനിയും ഒരുപാട് കുട്ടികൾ ഇപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് UGC നെറ്റിന് വേണ്ടിയിട്ടൊക്കെ. സോ അവരോടൊക്കെ എന്താണ് പറയാൻ? കാരണം അത്രയും ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആവാന്നുള്ളത് ഒരുപാട് പേരുടെ ഡ്രീമാണ്. അപ്പൊ അതിലേക്കുള്ള ഒരു കടമ്പയാണ് UGC നെറ്റ് എന്നുള്ളത്. ആൻഡ് ദാറ്റ്സ് നോട്ട് ഈസി ടു ക്രാക്ക്. UGC നെറ്റ് എന്നുള്ളത് ഒരുപാട് പേരിൽ കുറച്ച് പേര് മാത്രം ക്രാക്ക് ചെയ്യുന്ന ഒരു എക്സാം ആണ്. സോ അവരോടൊക്കെ എന്താണ് ആക്ച്വലി ജസിതയ്ക്ക് പറയാനായിട്ടുള്ളത്? നന്നായിട്ട് എഫേർട്ട് എടുത്തു കഴിഞ്ഞാല്, നന്നായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്തൊരു എക്സാം അല്ല. ഇപ്പം വാൾപേപ്പറിലുള്ളത് പോലെ തന്നെ എന്താ പറയാ, ട്രൂ ഹാർഡ് വർക്ക് നെവർ ബിട്രേസ്. നമ്മൾ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ടോ, നമ്മൾ നന്നായി എഫേർട്ട് എടുത്തിട്ടുണ്ടോ, ഒരിക്കലും നമ്മൾ അവിടെ തോറ്റു പോവില്ല. നമുക്ക് അത് എന്തായാലും കിട്ടും. അത് എന്താ പറയാ, ചിലപ്പോൾ ടൈം കൺസ്യൂം ചെയ്യാം എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട്, പക്ഷെ അത് കിട്ടാതെ പോവില്ല നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഞാൻ പഠിച്ചു തുടങ്ങുന്ന ദിവസത്തിന്റെ മുന്നേ തന്നെ എനിക്കറിയായിരുന്നു ഓക്കെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇത് ഞാൻ നേടും എന്നുള്ളത്. ഇത് റിസൾട്ട് വന്നിട്ട് ഞാൻ എന്റെ വീട്ടുകാരോട് പറയുന്ന സ്വപ്നം ഞാൻ അന്നേ കണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എന്തായാലും നമുക്ക് കിട്ടും, കിട്ടാതെ പോവില്ല. പിന്നെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുക, സ്വയം വിശ്വസിക്കുക ഇത് എനിക്ക് കിട്ടും എന്നുള്ളത്. എത്ര ടെസ്റ്റ് തോറ്റു പോകുമ്പോഴും അടുത്ത ടെസ്റ്റിൽ ഞാൻ ജയിക്കും എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. ഗിവ് അപ്പ് ചെയ്യാണ്ടിരിക്കുക, ലൈക്ക് വീണ്ടും ഡ്രീം ചെയ്തോണ്ടിരിക്കുക, നമ്മൾ അത് അച്ചീവ് ചെയ്യുന്നവരെ. ഇപ്പം ഞങ്ങളുടെ കാര്യം പറയുമ്പോ ഇപ്പൊ ഈ ജൂണിൽ എക്സാം കഴിഞ്ഞിട്ട് ഗിവ് അപ്പ് ചെയ്യുമായിരുന്നു വെച്ചെങ്കിൽ അത് അവിടെ നഷ്ടപ്പെട്ടു പോവായിരുന്നു. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മൾ അത്രയും ഡ്രീം ചെയ്യുന്ന ഒരു സാധനം നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതും എനിക്ക് എന്റെ ഒറ്റയ്ക്കുള്ള ഡ്രീം അല്ല, എന്റെ വീട്ടുകാര്, ഫ്രണ്ട്സ് എല്ലാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം വീട്ടിലൊക്കെ എന്താ പറയാ സുഖമില്ലാത്ത വീട്ടുകാരാണെങ്കിലും രാവിലെ
നേരത്തെ എണീറ്റ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. നമ്മൾ ഒരു കാര്യത്തിനും വിളിക്കില്ല, നമ്മളെ ഒരു രീതിയിലും നമ്മളെ ബുദ്ധിമുട്ടിക്കണില്ല. നമ്മളെന്താ പഠിച്ചോ എന്ന് പറഞ്ഞാൽ ആ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാത്രം സ്വപ്നമല്ല, എന്റെ ഉമ്മാടെ ഉപ്പാടെ ഇക്കാമാരെ എല്ലാവരെയും സ്വപ്നമാണ്. കൂടെ നിന്ന് എല്ലാവർക്കും. എന്റെ വീട്ടില് ഒരു കുട്ടിയുണ്ട്, അവൻ എന്നോട് എപ്പോഴും പറയും ബ്ലഡി സ്റ്റഡിയർ, അങ്ങനെയാണോ പറയാം, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് പഠിക്കുന്നില്ലേ. എന്തുകൊണ്ടാ പഠിക്കുന്നത്? അത്രയും അതിന് വേണ്ടിയിട്ട് ആഗ്രഹമാണ്. ഇപ്പം ആ ആഗ്രഹം ലാസ്റ്റ് റിസൾട്ട് വന്ന ദിവസം അരമണിക്കൂറിലൂടെ കേക്ക് എത്തി. രാത്രി റിസൾട്ട് വന്നിട്ട് അത് അവരുടെ സന്തോഷമാണ്. കുറെ നമ്മൾ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത്രയും ആഗ്രഹിച്ച്, നമ്മളെ ഫാമിലി ആഗ്രഹിച്ചാൽ നമുക്കത് നേടണം എന്ന് വിചാരിച്ചാൽ നമ്മളത് എന്തായാലും സാധിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടെ കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഇനി ഫ്യൂച്ചറിലോട്ടുള്ള പ്ലാൻ എന്താണ്? JRF വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? JRF വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പുറത്തെവിടെയെങ്കിലും പോയിട്ട് എന്തായാലും PhD ചെയ്യണമെന്നുണ്ട്. ഇതിവിടെ നിർത്താനൊന്നും ആഗ്രഹമില്ല, ഇനിയും പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. ഇനിയും പഠിക്കുക, ഇനിയും ഉള്ള ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ്. ഇനിയും JRF ഒക്കെ കിട്ടി വീണ്ടും നമുക്ക് ഇതുപോലെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വരാനായിട്ട് സാധിക്കും. ഓക്കെ.